അടുത്തത് നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രേഷൻ ആണ്. 1 - 5 cos square x ഡിവൈഡഡ് ബൈ സൈൻ റൈസ് ടു 5 x cos square x ഇന്റഗ്രേറ്റ് ചെയ്താൽ f of x കിട്ടും. അങ്ങനെയാണെങ്കിൽ f of 5/6 മൈനസ് f of 5/4 എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആക്ച്വലി ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? എന്നിട്ട് അതിൽ 5/6ഉം 5/4ഉം കൊടുക്കുന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ c വേണ്ട. ഓക്കെ, അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ ആ ഇന്റഗ്രന്റ് നോക്കുകയാണെങ്കിൽ 1 - 5 cos square x താഴെ സൈൻ റൈസ് ടു 5x കോസ് സ്ക്വയർ എക്സും. ന്യൂമറേറ്ററിൽ 2 ടേം, ഡിനോമിനേറ്ററിൽ 1 ടേമേ ഉള്ളൂ. അതിന് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്താൽ രണ്ടാമത്തെ ടേം -5 cos square x ആവുമല്ലോ. അവിടെ താഴത്തെ ഒരു cos square x ഉണ്ടല്ലോ, അപ്പൊ അത് ക്യാൻസൽ ആയി. അപ്പൊ 2 ടേം ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. 1 - 5 cos square x ഡിവൈഡഡ് ബൈ സൈൻ റൈസ് ടു 5x cos square x dx. സ്പ്ലിറ്റ് ചെയ്യുന്നു. dx ബൈ സൈൻ റൈസ് ടു 5x cos square x മൈനസ് 5 cos square x സൈൻ റൈസ് ടു 5x cos square x dx. ഇത് രണ്ടും ക്യാൻസൽ ആവും. ഓക്കെ, ഇനി ആ ഫസ്റ്റ് ടേം നോക്കുകയാണെങ്കിൽ ആ cos square x നെ നമുക്ക് മേലേക്ക് sec square x ആക്കി എഴുതാം. സൈൻ റൈസ് ടു 5x അവിടെ 5 dx ബൈ സൈൻ റൈസ് ടു 5x ഇവിടെ. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റിൽ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുന്നു. ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഈ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഫോർമുല? ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതിന്റെ ഇന്റഗ്രൽ ആണ്. അപ്പൊ ഈ സെക്കൻഡ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത് എന്താ? സെക്കൻഡ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത് ഇന്റഗ്രൽ അറിയാവുന്നതാണ്. ഇവിടെ ഇപ്പൊ രണ്ടെണ്ണം സെലക്ട് ചെയ്യാണ്ട്, സീക് സ്ക്വയർ എക്സും ഉണ്ട്, സൈൻ റൈസ് ടു 5x ഉണ്ട്. ഇതിൽ ഇന്റഗ്രേഷൻ അറിയുന്നത് ഏതാ? സീക് സ്ക്വയർ എക്സ് ആണ്, കാരണം ടാൻ എക്സ് ആണ് അതിന്റെ ഇന്റഗ്രൽ. അപ്പൊ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കുന്നു, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ ഫസ്റ്റ് ഇൻറ്റു 1 ബൈ സൈൻ റൈസ് ടു 5x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അത് ടാൻ എക്സ് വരും, മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് എന്താ? -5 ബൈ സൈൻ റൈസ് ടു 6 ഇൻറ്റു കോസ് എക്സ്, ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് അത് ടാൻ എക്സ്, അതിന്റെ മൊത്തം ഇന്റഗ്രൽ, പിന്നെ ഓൾറെഡി ഉള്ള -5 dx ബൈ സൈൻ റൈസ് ടു 5x. ഓക്കെ, ഈ ടാൻ എക്സിനെ സൈൻ ബൈ കോസ് എന്ന് എഴുതി. അപ്പൊ ഈ കോസും കട്ടാവും, താഴത്തെ ഒരു സൈനും കൂടി കട്ടാവും, പിന്നെ ഇത് +5 ആവും. അപ്പൊ ഇവിടെ ടാൻ എക്സ് ബൈ സൈൻ റൈസ് ടു 5x പ്ലസ് 5 dx ബൈ സൈൻ റൈസ് ടു 5x ആവും. ഒരു സൈനും കട്ടായല്ലോ. അപ്പുറത്ത് -5 dx ബൈ സൈൻ റൈസ് ടു 5x ഉണ്ടാവും. പിന്നെ ഇന്റഗ്രേഷൻ കഴിഞ്ഞൊരു c വരും. ഇത് രണ്ടും ക്യാൻസൽ ആവും. സോ അതാണ് f of x. f of x എന്ന് പറയുന്നത് f of x is equal to tan x by sin raised to 5x plus c. കാണാനുള്ളത് f of 5/6 minus f of 5/4. tan of 5/6 by sin of 5/6 whole raised to 5 minus tan of 5/4 divided by sin of 5/4 whole raised to 5. tan of 5/6 13 അത് 1/√3, sin of 5/6 1/2, അപ്പൊ മേലെ 2 raised to 5 മൈനസ് tan of 5/4 1, sin of 5/4 √2, അപ്പൊ താഴെ 1/√2 √2 raised to 5. അപ്പോ 32/√3 മൈനസ് √2 raised to 4 എത്ര? 2 raised to 2, 4√2 എന്ന് കിട്ടും. എന്താ പുറത്തെടുക്കേണ്ടത്? 4 പുറത്തെടുക്കാൻ തോന്നുന്നു. 4/√3 പുറത്തെടുക്കാം. അപ്പൊ ഇവിടെ 8 വരും, -√6 അല്ലെ? 4/√3 × 8 - √6 വരും. ഓപ്ഷൻ 2 ആണ് ആൻസർ.